ആ എൻ്റെ കുട്ടി വന്നോ? എന്തായാലും നന്നായി. ഓണത്തിന് എത്തിയതേ വേഗമായി. യാത്രയൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? അത്ര കുഴപ്പമില്ല മാമ. നേരത്തെ പോന്നു നടന്ന്. അതെ, വല്ലതും കഴിച്ചോ പോരുമ്പോ? ഇല്ല, ഒന്നും കഴിച്ചില്ല. ചായ കുടിച്ചിട്ട് പോകും. അയ്യോ, വിശക്കില്ലേ അപ്പോ? കഴിക്കണം കുറച്ച് കഴിഞ്ഞിട്ട്. അതെ, ഇവിടെ ഞാൻ ചായയും ദോശയൊക്കെ ഉണ്ടാക്കി തരുന്നുണ്ട്. അതെ, ഇപ്പോൾ ഈ മുറ്റടിക്കാനും പാത്രം മാറാനും ഒന്നും ഒരാളെയും കിട്ടാനില്ല. കാളിയോ മുണ്ടിക്കോ മറ്റേ കണ്ണമ്മയോ എല്ലാവരെയും വിളിച്ചു, ദേവകിയൊക്കെ വിളിച്ചു. ഒറ്റ കുട്ടിക്ക് ഒഴിവില്ല. ഇപ്പം വയ്യാത്തവരും പനിക്കാരും ഒക്കെയാണ്. അത് പത്തായപ്പര അല്ല. അപ്പോൾ പത്തായപ്പര തെക്ക് ഭാഗത്ത് വെക്കുന്നതിൻ്റെ രഹസ്യം എന്താ അറിയോ? കാരണവരുടെ താഴെയുള്ളവർ അനന്തരന്മാരാണ്. അവർ കാരണവരുടെ മുമ്പിലേക്ക് വരില്ല. അപ്പോൾ അവർക്ക് ഇരിക്കാനുള്ള സ്ഥലമാണ് പത്തായപ്പര. അതാണ് അനന്തരന്മാർക്കുള്ള സ്ഥലമാണ് പത്തായപ്പര. കാരണവന്മാർ തറവാട്ടിൽ. അങ്ങനെയാണ് ആ തറവാട്ടിൽ. എന്നമാതിരി കിഴക്ക് ഭാഗത്ത് ഒരു കരിമ്പന ഉണ്ടാവും എല്ലാ വീട്ടിലും. പണ്ടൊക്കെ അങ്ങനെയാണ്. ഇവിടെ ഒരു കരിമ്പന ഉണ്ടായിരുന്നത് മുറിച്ചതാ ആ ഗേറ്റിൻ്റെ അവിടെ. കരിമ്പന കിഴക്ക് ഭാഗത്ത്. എന്താ കാരണം? കരിമ്പന നല്ല ബലമുള്ള സാധനമാണ്. അപ്പം നല്ല ബലമുള്ള കാർന്നവരുണ്ടാവണം ഉമ്മർത്ത്. കരിമ്പന പോലെ ഉറച്ച കാർന്നവരുണ്ടാവണം. വടക്ക് ഭാഗത്ത് ഓമ, മുരിങ്ങ ഇതൊക്കെ ഉണ്ടാവും. അതെന്തിനുള്ളതാ? പെണ്ണുങ്ങൾക്ക്. ഇപ്പോൾ ഒരാൾ പെട്ടെന്ന് വന്നു വിചാരിക്കാം, കൂട്ടാനൊന്നും ശരിയായിട്ടില്ല. ഓടിപ്പോയിട്ട് രണ്ടില മുരിങ്ങ പൊട്ടിച്ചിട്ട് ഒരു കൂട്ടാൻ വെച്ചാൽ പെണ്ണുങ്ങൾക്കുള്ള. മുരിങ്ങമരം ബലമില്ലല്ലോ. അപ്പോൾ പെണ്ണുങ്ങൾ ദുർബലന്മാരാ. അതാണ് അതിൻ്റെയൊക്കെ ഈ ശാസ്ത്രീയ വശം പറയുമ്പോൾ അങ്ങനെയാണ്. വടക്ക് ഭാഗത്തെയാണ് ഓമയും മുരിങ്ങയൊക്കെ ഉണ്ടാവുള്ളൂ. തെക്ക് ഭാഗത്തെയാണ് പത്തായപ്പര വയ്ക്കുക ഏത് വീടിൻ്റെയും. പത്തായപ്പര വലിയ ഒരു വീട്ടിനുമില്ല. പിന്നെ പടിപ്പര ഉണ്ടാവും. പടിപ്പര പണിക്കാർക്കുള്ളതാണ്. പണിക്കാർക്ക് വന്നാലും ഇരിക്കാനോ കിടക്കാനോ ഭക്ഷണം കഴിക്കാനോ ഒക്കെ ഉള്ള സ്ഥലമാണ് പടിപ്പരയിൽ. കാർന്നൂരുണ്ടാവും. കാർന്നൂർ അതിൻ്റെ മുകളിലുണ്ടാവും. മനസ്സിലായോ? അങ്ങനെയൊക്കെയാണ് പണ്ടത്തെ. ഇപ്പം അതൊന്നുമില്ല. അയ്യോ, ഇതുണ്ടോ ഒന്നും കഴിക്കാതെ മുഖമൊക്കെ ആകെ വാടി. അമ്മമ്മ കുട്ടിക്ക് ദോശയും ചമ്മന്തിപ്പൊടിയും ഒക്കെ തരുന്നുണ്ട്. വയർ നിറച്ച് കഴിക്കണം കേട്ടോ. ചായയും കുടിക്കണം, വയർ നിറച്ച് കഴിക്കണം. ചായ കുടിക്കില്ലേ? എന്നാ നമുക്കേ പോവാ. ഈ എല്ലാ ചൂടുള്ള ദോശയും ചമ്മന്തിയും കഴിച്ചിട്ട് വയർ നിറച്ച് ഇങ്ങനെ കഴിച്ചിട്ട് ഇരിക്കാൻ കുറച്ച് കാലം വർത്താനൊക്കെ പറഞ്ഞു അല്ലേ? ചായ കുടിക്കാം. കഴിച്ചു നോക്കൂ, നന്നായിട്ടുണ്ടോ നോക്കൂ. ഉപ്പൊക്കെ ഉണ്ടോ? എരിവധികമല്ലല്ലോ. എന്താണ് കഴിച്ചു നോക്കൂ, നന്നായിട്ടുണ്ടോന്ന്. അന്നോ? എന്തായാലും നാളെ പണിക്ക് വരണം കേട്ടോ. വരാതിരിക്കരുതേ. മഴ പിടിച്ചാൽ ബുദ്ധിമുട്ടാണ്. നെല്ലൊക്കെ നാശമായി പോവും.
പിന്നെ ഇതിലൂടെ അല്ലേ? നടുവിലേക്കാൻ വെച്ചാൽ ചെയ്യാൻ വെച്ചാൽ മതി. അത് വെച്ചാൽ മതി. എങ്ങനെ ഈ ഓരോ ഇതല്ലോ അങ്ങനെ വെച്ചാൽ മതി. നമ്മൾക്ക് എന്തിരിക്കണതാ തുണി മഴ ഇപ്പം പെയ്യട്ടോ അല്ലെങ്കിൽ താഴെ ആയ മണം വരും. മതി അമ്മ മതി. അത് വലിയ സാധനം ഉണ്ടെന്ന് അരഞ്ഞ കയപ്പ മതി മതി കോട്ടെ കുറച്ച് മതി. ആ പൊട്ട് തന്നാലും മതിയില്ലേ.
ഇരിക്കാൻ പറ്റുന്നില്ല. കാപ്പില്ല? അല്ല അമ്മക്ക് എങ്ങനെ വേണ്ടേ? അതന്നെ. വേണ്ട, എൻ്റെ കുട്ടി കളിക്കേ ആയിട്ടില്ല.